ഹലോ, നമുക്കിന്നിതാ പയർ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പയർ രാവിലെ ഞാൻ പൊതിർത്ത് നല്ലോണം കുതിർന്ന് വന്നതാണ്. എന്നാൽ വേഗം വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ മത്തനും കൂട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആയി പിന്നെ വൻപയർ വെക്കാത്ത കേട്ടോ. കുറേ നാളായി പിന്നെ വെക്കലേ ഇല്ല. അങ്ങനെ ഇതാ രണ്ടും കൂടെ കൂട്ടിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്തേക്ക് ലേശം മഞ്ഞപ്പൊടിയും പറങ്കിപ്പൊടിയും ഉപ്പും ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇത് ചെറിയൊരു മധുരമായിരിക്കും വെച്ചാൽ മത്തനും ഒരു മധുരം ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ ലേശം ഒരു മധുരം പോലെ ഉണ്ടാവുക. അങ്ങനെ ഇത് അതെല്ലാം വെന്ത് വന്ന് തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഒതുക്കുകയോ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് തിളക്കാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും പറങ്കിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് അതാന്നാക്കിന്. നല്ല രസമാണ് വെളുത്തുള്ളിയും പറങ്കിയും വറുത്തിട്ടാൽ. അപ്പോൾ ഇത് നമ്മൾ കറിയെല്ലാം ഇടാൻ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ലേശം കറിവേപ്പിലയും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം വറുത്തിടാം. ഈ വെളുത്തുള്ളിയും പറങ്കിയും വറുത്തിട്ട് നല്ല മണമാണ്, നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ നമ്മൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയും പയറ് കറിയും ലേശം നല്ല തൈരും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.